കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കുട്ടികളാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ വിഷ്ണു അത് ഏറ്റുപിടിക്കുകയാണ്. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ, ഞാൻ ഉണ്ടാക്കിത്തരാം. നിൻ്റെ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, പെണ്ണുങ്ങൾക്ക് മാത്രമേ അടുക്കള കയറി എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ശാലിനിയും പറയാം എന്നാൽ ചെയ്യാൻ പറയാം. അങ്ങനെ വിഷ്ണു അടുക്കളയിൽ പോവുകയാണ്. അപ്പോൾ കുട്ടികളും ശാലിനിയും എല്ലാം പുറകെ പോകുന്നു. അപ്പം വിഷ്ണുവിന് ശരിക്കും കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. പക്ഷെ വിഷ്ണു ഒരു പണ്ടപ്പോഴോ കണ്ട ഒരു യൂട്യൂബ് വീഡിയോ വെച്ച് ചെയ്യണം. അപ്പം നമ്മുടെ പപ്പി പറയുന്നുണ്ട്, വിഷ്ണു വെച്ച് നമുക്ക് യൂട്യൂബ് നോക്കാം. അയ്യോ അതൊന്നും വേണ്ട എനിക്കറിയാമെന്ന് പറയാം. അങ്ങനെ മൈദയും മുട്ടയെല്ലാം ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ട്രെയിലാക്കിയിട്ട് ഓവനിൽ വെക്കും. കുറേ കഴിയുമ്പോൾ കുട്ടികൾ വന്ന് ശാലിനിയോട് പറയും കേക്ക് ആയിട്ടുണ്ട് അമ്മേ, നമുക്ക് പോയി നോക്കാമെന്ന് പറയും. അങ്ങനെ കേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഭയങ്കര വീരവാദമൊക്കെ എടുക്കുകയാണ്. ഇതും കൊണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്കിഷ്ടം പോലെ ഓർഡർ കിട്ടും, നിങ്ങൾ പറയണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിഷ്ണു അങ്ങ് എന്താ പറയുക പൊക്കി അങ്ങ് പറയണം. ഇതെല്ലാം കേട്ട് ശാലിനിയും ജയശ്രീ അപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ശാലിനി പറയും എന്തായാലും ഇത്രയും പറഞ്ഞതല്ല, അതൊന്ന് തുറക്കാൻ പറയും. അങ്ങനെ ഓവൻ തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് എടുക്കുന്നത് കരിഞ്ഞ കേക്കാണ്. അപ്പോൾ വിഷ്ണു പറയും ഇതെന്താ, അത് വായിൽ വെച്ചിട്ട് വിഷ്ണുവിന് തന്നെ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കേക്ക് മൊത്തം കൊളാകും. അപ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾക്ക് നാളെ സ്കൂളിൽ എങ്ങനെയും കേക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് കേക്ക് വേണമെന്ന് പറയും. അപ്പം വിഷ്ണു പറയും നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ കേക്ക് റെഡിയാക്കാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ കമലിനെ വിളിക്കുകയാണ്. അപ്പോൾ കമലം പറയും കടയൊക്കെ അടിച്ചെന്ന് പറയും. അപ്പോൾ എന്തായാലും ആശാൻ റെഡിയായി നിൽക്കുകയും പുറത്തേക്ക് ഇറങ്ങി ഞാനിതാ വരുന്നെന്ന് പറയും. അങ്ങനെ ശാലിനി പറയും കേക്ക് കിട്ടുമെന്ന് ചോദിക്കുക. അതിപ്പോൾ ഞാൻ റെഡിയാക്കാമെന്ന് പറയും. അങ്ങനെ വിഷ്ണു ഫോൺ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് കമലിൻ്റെ കൂടെ പോവുകയാണ്. ഇതേ സമയത്താണ് ശാലിനിയുടെ മറ്റേ അസിസ്റ്റന്റ് കൂടെയുള്ള പുള്ളിക്കാരി വിളിക്കുന്നത്, ഇങ്ങനെ മണ്ണിടിച്ചിൽ കുറേ പേര് അപകടപ്പെട്ടിട്ടുണ്ട്, അപ്പം മേഡം അവിടെ വേണം, അത്യാവശ്യമായിട്ട് വരണം എന്ന് പറയും. അപ്പം ശാലിനി പറയും വിഷ്ണുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരി പറയും അത് വേണ്ട, ഞാൻ അതിലേ വരുന്നുണ്ട്, മേഡത്തെ ഞാൻ കൂട്ടിക്കോളാം എന്ന് പറയും. അങ്ങനെ ശാലിനി അപ്പം ജയശ്രീയോട് പറയും ജയശ്രീ വിഷ്ണുവേട്ടൻ വരുന്നവരെ ഒന്നും ഇവിടെ നിൽക്കണം, എന്തായാലും ഞാൻ വിഷ്ണുവേട്ടനെ വിളിക്കുക എന്ന് പറയും. അങ്ങനെ ഫോൺ വിളിക്കുമ്പോഴത്തേനും ഫോൺ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശാലിനി പറയും എന്തായാലും പറഞ്ഞാൽ മതി. അപ്പോൾ കുട്ടികൾ പറയാം അമ്മ ഇപ്പോൾ പോണ്ടെന്ന് പറയും. അപ്പോൾ ശാലിനി പറയും പോയേ പറ്റുള്ളൂ മക്കളെ എന്ന് പറയും. അങ്ങനെ ശാലിനി പോവുകയാണ്. ഇതേ സമയത്താണ് വിഷ്ണു കമലിനും കൂടെ ഒരു കടയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കുന്നു. അങ്ങനെ കേക്ക് എന്തോ വാങ്ങുന്നുണ്ട്, അത് പ്രൊമോയിൽ അങ്ങനെ കാണിക്കുന്നുള്ളൂ. പിന്നീടാണെങ്കിൽ നമ്മുടെ ശാലിനിയുടെ കളക്ടറേറ്റ് കാണിക്കുന്നു. കളക്ടറേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ മനോജ് എബ്രഹാമും കുറേ ആൾക്കാരെ വിജിലൻസുകാരെയും പോലീസുകാരെയും കൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നു. വന്നിട്ട് വിഷ്ണുവിനോട് പറയും ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഈ വാഹനം ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയാം. അപ്പോഴാണ് ശാലിനിയും പുറത്തേക്ക് വരുന്നത്. മനോജ് എബ്രഹാം വീണ്ടും ശാലിനിക്കിട്ട് പണി കൊടുക്കാനുള്ള അടുത്ത പുതിയ അടവുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ വണ്ടിയുടെ അകത്ത് ആരോ എന്തോ സാധനം വെച്ചിട്ടുണ്ട്, അത് എടുക്കുക എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ശാലിനി അതിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ശാലിനിക്ക് വീണ്ടും പണി കിട്ടും, അതോ വിഷ്ണുവിന് പണി കിട്ടും, ഇതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാവുന്നതാണ്. പിന്നീട് നമ്മുടെ സത്യഭാമയും പൊന്നിയും ഇങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളയാണെങ്കിൽ ഒരു ലോട്ടറി കച്ചവടം ചെയ്യുകയാണ്. അപ്പം ലോട്ടറിയൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് സത്യഭാമയൊക്കെ അതിലേ പോകുന്നത്. അങ്ങനെ പിള്ളയെ കാണുന്നു, കുശലങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.